പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി 4th ചാപ്റ്റർ ആയ അമൈൻസ് എന്ന ചാപ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. മുൻ ക്ലാസ്സുകൾ, അതായത് ഫസ്റ്റ് ചാപ്റ്റർ ആയ ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അരീൻ, ശേഷം ആൽക്കഹോൾ, ഫിനോൾ, ഈതർ, ദെൻ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഇവകളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ചാപ്റ്റർ കാണാവൂ എന്ന് എന്നും ഓർമ്മപ്പെടുത്തുന്ന പോലെ ഇന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന. മാത്രമല്ല, പിന്നെ പല കുട്ടികളും നോട്ടുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ ഇത് നിങ്ങളൊരു അതുപോലെ ആ സ്ക്രീനിൽ കാണുന്ന പോലെ അങ്ങ് എഴുതുക. അത് തന്നെയാണ് ഇതിലെ നോട്ടുകൾ. ഫോക്കസ് ഏരിയ മാത്രമാണല്ലോ നമ്മൾ ബേസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് അമൈൻസ് തുടങ്ങാം. നമുക്കറിയാം അമൈൻസിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? NH2 ആണ് ഫങ്ഷൻ ഗ്രൂപ്പ്. ഈ NH2 ഡയറക്റ്റ് ആയിട്ട് R അല്ലെങ്കിൽ ആൽക്കേൽ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആലിഫാറ്റിക് അമീൻസ് എന്നും, അതല്ല ബെൻസീറിങ്ങുമായിട്ടാണ് ഇത് ലിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ അരോമാറ്റിക് അമീൻസ് എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. ഏതൊരു ചാപ്റ്ററും ഓർഗാനിക് ആകുന്നത് പോലെ പറയുന്നത് പോലെ ഇവിടെയും ആദ്യം ഫങ്ഷൻ ഗ്രൂപ്പ്, ദെൻ നെയിമിങ്, ദെൻ പ്രിപ്പറേഷൻ, ദെൻ കെമിക്കൽ പ്രോപ്പർട്ടി. അമീൻസ് ഒരു പാർട്ട് കൊണ്ട് കംപ്ലീറ്റ് ആക്കണമെന്ന് ആണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അഥവാ ലെങ്തി ആവുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോട് കൂടി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അമീൻസ്. ഈ അമീൻസ് എന്ന NH2 എങ്ങനെയാ ഈ അമീൻസ് ഉണ്ടാകുന്നത് എന്ന് ആദ്യം ഞാൻ കാണിക്കുകയാണ്. ആദ്യം നിങ്ങൾ NH3 കേട്ടിട്ടുണ്ടാവില്ല, അമോണിയ. ഈ NH3 3 H ആണല്ലോ ഉള്ളത്. ഓരോ Hകൾ റീപ്ലേസ് ചെയ്യുന്നു R or AR വെച്ചിട്ട്. എന്താ R, എന്താ AR എന്ന് എൻ്റെ മുൻ ക്ലാസ്സുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുൻ ക്ലാസ് കേൾക്കാതെ, ഏതൊരു ക്ലാസ്സും മുൻ ക്ലാസ്സുകൾ കേൾക്കാതെ കേട്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ഈ ഒരു ഡയലോഗ് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നമുക്ക് അമോണിയയിൽ നിന്ന് അമീൻസുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കാം. നോക്കൂ, NH3 അമോണിയ ആണല്ലോ. ഇതിൽ ഒരു H പോയിട്ട് അത് ഞാൻ -H എന്ന് കാണിച്ചത്, +R, ഒരു R ചേർക്കുന്നു. എന്തായി? RNH2. ഇതിനെ നമ്മൾ പ്രൈമറി അമീൻസ് എന്ന് വിളിക്കുക, R ഗ്രൂപ്പ്. then അടുത്തൊരു H കൂടി പോയി NH2ലെ. അപ്പൊ എന്തായി? RNR. കണ്ടില്ലേ? R2NH. ദാറ്റ് ഈസ് ദി ഫോർമുല ഓഫ് സെക്കൻഡറി അമീൻ. വീണ്ടും ഒരു H കൂടി ഉണ്ട്, അങ്ങ് പോയിട്ട് R വരുന്നു. then R3N. ഇനി വേണമെങ്കിൽ ഒരു 6 കൂടി വരാം, പക്ഷെ അപ്പോൾ ഫോർമുല വരുന്നത് R4N+ എന്നാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും, നൈട്രജന് ചുറ്റും വാലൻസി അല്ലെങ്കിൽ ബോണ്ടുകൾ നൈട്രജൻ 3-4 ഉണ്ടാക്കാറ്. R4 വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും? നൈട്രജന് ചുറ്റും 4 ബോണ്ടുകളായി. അപ്പോൾ Nന്റെ മുകളിൽ ഒരു പ്ലസ് ചാർജ് വരണം. എനിവേ, ക്വാട്ടർണറി എന്നാ വിളിക്കുക. അത് ഇവിടെ ഞാൻ കാണിച്ചിട്ടില്ല. ഈ R എന്ന ഗ്രൂപ്പിന് പകരം ARഉം വരാവുന്നതാണ്. അപ്പോൾ അരോമാറ്റിക്. ഓക്കെ, എനിവേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ, എന്താ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻ എന്നും ക്വസ്റ്റ്യൻ വന്നിട്ടല്ല, മറിച്ച് നിങ്ങൾ ഈ ഫോർമുലകൾ ഓർത്തിരിക്കണം. R2NH എന്ന് പറഞ്ഞ സെക്കൻഡറി ആണെന്നും RNH2 പ്രൈമറി ആണെന്നും R3N എന്താണെന്നും ടെർഷ്യറി ആണെന്നും. R എന്ത് ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകൾ കേട്ടാൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, മനസ്സിലാകും. സോ അമീൻസ് ആർ ദി ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ and is formed by replacing hydrogen atom of ammonia as shown below. ഓക്കെ, ഇനി നമുക്ക് നെയിമിങ് നോക്കാം. നെയിമിങ് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു അമീൻസിനെ മനസ്സിൽ വെച്ച് തുടങ്ങാം. നമുക്ക് CH3NH2 ആയിക്കോട്ടെ. എന്താ പേര് അറിയോ? എന്താ പേര്? മെഥനമീൻ എന്നാ വിളിക്കുക. എന്താ മീൻ? മീഥൈനിലെ ഈ പോക്കിയിട്ട് അമീൻ എന്ന് ചേർക്കുക. ദെൻ കോമൺ നെയിമിൽ എന്ത് വരും? ആൽക്കൈൽ അമീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. എന്താ ആൽക്കൈൽ അമീൻ എന്ന് പറയുമ്പോൾ? CH3NH2. അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? CH3 ആണ്, മീഥൈൽ. അപ്പൊ മീഥൈൽ അമീൻ. സോ സിംപ്ലി കോമൺ നെയിം ഈസ് ആൽക്കൈൽ അമീൻ ആൻഡ് IUPAC നെയിം ഈസ് ആൽക്കനമീൻ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഈ ആൽക്കൈൽ അമീനും ആൽക്കനമീനും ഞാൻ പ്രൈമറിയെ മാത്രം എടുത്തിട്ടാണ് പേര് പറഞ്ഞത്. സെക്കൻഡറിയും ടെർഷ്യറിയും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ Nനോട് R ഗ്രൂപ്പുകളും മറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പേരുകൾ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഞാൻ ഒരു ടേബിൾ കാണിക്കാം, ജസ്റ്റ് ഒന്ന് ചെറിയൊരു അവയർനെസ് കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, നെയിമിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടോളൂ. കുറച്ച് ടേബിൾ നമ്മൾ കാണിക്കുന്നുണ്ട്. CH3NH2 കോമൺ നെയിം എന്താ? മീഥൈൽ അമീൻ. പക്ഷെ IUPACയോ മെഥനമീൻ. നെക്സ്റ്റ് ഈഥൈൽ അമീൻ, എഥനമീൻ. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, CH3 എന്ന ഈ ഗ്രൂപ്പ് ഐസോപ്രൊപ്പൈൽ എന്ന് വിളിക്കുക. അതുകൊണ്ട് ഐസോപ്രൊപ്പൈൽ അമീൻ അല്ലെങ്കിൽ IUPAC പ്രൊപ്പൻ 2 അമീൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ശ്രദ്ധിക്കണേ, ഇവിടെ ഈ N സെന്ററിലാ വന്നത്. മറ്റേതൊക്കെ നമ്മൾ ഒരു കാർബണിന്റെ ലാസ്റ്റിലല്ലേ കൊടുത്ത്. ഈ Nന് ഇപ്പുറത്തും. ഇതൊരു സെക്കൻഡറി അമീന, എന്തല്ല പ്രൈമറി അമീൻ അല്ല. അപ്പൊ ഈ സെക്കൻഡറി അമീന് പേരിടുമ്പോൾ
നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ N അറ്റാച്ച് ചെയ്തത് ഇടതുഭാഗത്ത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ടും ഒരു കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പായിട്ടും വലതുഭാഗത്ത് 2 കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പും. അപ്പൊ നിങ്ങൾ ഈ കോമ്പൗണ്ട് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാ? CH3 CH2 NH2 ആയിരുന്നു ഇത്. ഈ NH2-ലെ H പോയിട്ടാ CH3 വന്നത്. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. CH3 NH2 ആയിരുന്നു ഇത്. ഈ CH3 NH2-ലെ H പോയിട്ട് ഈഥൈൽ ഗ്രൂപ്പ് എന്നതിനേക്കാൾ ചിന്തിക്കേണ്ടത് ഇത് ഇങ്ങനെയായിരുന്നു. CH3 CH2 NH2 ആയിരുന്നു. അതിലെ ഒരു H പോയിട്ട് CH3 വന്നു. അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ N ഇങ്ങനെയാണ് പേരിട്ട. നമ്പറിംഗ് സിസ്റ്റം അല്ല, N വെച്ചിട്ടാ. N മീഥൈൽ ഈഥൈൽ അമീൻ. N മീഥൈൽ ഈഥൈൽ അമീൻ. അപ്പോ IUPAC നെയ്മോ N മീഥൈൽ എഥനമീൻ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ. ഇത് എന്താ? ഒന്നുകിൽ CH3 NH2 ആയിരുന്നു. ഏടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷെ ആ NH2 2 H പോയിട്ട് വേറെ 2 CH3 ഗ്രൂപ്പ് വന്നു, മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ എന്താ? 2 എണ്ണം വന്നു. N, N നമ്മൾ നമ്പർ ഇടുമ്പോ എന്നിട്ട് ഡൈ നേടുക. 1,2 ഡൈ മീഥൈൽ എന്നൊക്കെ പറഞ്ഞ് പേരിടുന്നല്ലേ. ഇതുപോലെ 1,2 എന്നതിന് പകരം N, N എന്ന, അതായത് N-ൽ ഈ N-ഉമായിട്ട് 2 ആളുണ്ട്. ഒന്നാരാ? CH3, മറ്റൊന്നാരാ? അതേ CH3. അപ്പൊ എന്തായി? NN ഡൈമീഥൈൽ പിന്നെ മീഥൈൽ അമീൻ. ഇവിടെയോ NN ഡൈമീഥൈൽ മെഥനമീൻ. എന്താ മാറ്റുള്ളൂ? ലാസ്റ്റിൽ പറയുന്ന ആളുകൾ ഒന്ന് ആൽക്കൈൽ അമീൻ രൂപത്തിൽ പറയണം, മറ്റൊന്ന് ആൽക്കനമീൻ രൂപത്തിലും പറയണം. വേറെയും ചില റൂളുകളും പേരുകളും ഒക്കെ ഉണ്ട്. എവിടെയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഇതിന്റെ പേരാണ് അനിലിൻ. ഒരു അരോമാറ്റിക് അമീനാണ്. ഇനിയിപ്പോ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. CH3 CH2 N-ഉമായിട്ട് ഒരാള് CH3 ഒരാള് C2H5 ആണെങ്കിൽ എന്താ പേരിട അറിയോ? C2H5 പറയുമ്പോൾ CH2 CH3 ആണ്. അപ്പൊ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കണം. N ഈഥൈൽ, N മീഥൈൽ എഥനമീൻ. ഇങ്ങനെയാണ് IUPAC. ഈഥൈൽ അമീൻ എന്നൊക്കെയാൽ കോമൺ നെയിം. ഞാൻ പറഞ്ഞ ഫോർമുല നിങ്ങൾ എഴുതുക. ഇങ്ങനെയാണ് വരുന്നത്. CH3 CH2 -N, ഒരു ഭാഗത്തേക്ക് CH3, ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് CH2 CH3. അതിന്റെ പേരാ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പേരുകൾ പ്രൈമറിക്കും സെക്കൻഡറിക്കും ഒക്കെ ഉണ്ട്. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ. ഇനി നമ്മൾ പ്രിപ്പറേഷൻ നോക്കാം. പ്രിപ്പറേഷൻസ് ഓഫ് അമീൻസ് ആണ്. മെയിൻ ആയിട്ട് ഫ്രം സയനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽസ് ആൻഡ് അമൈഡ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. 2 പ്രിപ്പറേഷൻ ഒന്നാക്കി കാണിക്കുക. 2-നെയും റിഡക്ഷൻ നടത്തുക. സോ റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ് ആൻഡ് അമൈഡ്സ്. എന്താ നൈട്രൈൽസ് എന്ന് പറഞ്ഞാല് CN സയനൈഡുകളാണ്. എന്താ അമൈഡ് എന്ന് പറഞ്ഞാൽ CONH2 ഉള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം. എക്സാമ്പിൾ കണ്ടോ? RCN റിഡക്ഷൻ അല്ലേ, പണ്ടേ പഠിച്ചത്, എത്രയോ പറഞ്ഞതാണ്. റെഡ്യൂസിങ് ഏജന്റ് ഒരുപാടുണ്ട്. ഇവിടെ ഏതാ? ലിഥിയം അലൂമിനം ഹൈഡ്രൈഡും വാട്ടറും. ഓർമ്മ ഉണ്ടല്ലോ? ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ നിങ്ങൾ പഠിച്ച് മുൻ ക്ലാസ്സുകൾ കേൾക്കാതെ പഠിക്കാതെ ശ്രദ്ധിക്കാതെ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ച്? നൈട്രൈൽസ് എന്ന സയനൈഡുകൾ. സയനൈഡ് കോമൺ നെയിം ആണ് കേട്ടോ. ദെൻ സയനൈഡ് റിഡക്ഷൻ നടത്തുന്നു. ഹൈഡ്രജൻ ഇൻ പലേഡിയോ, ലിഥിയം അലൂമിനം ഹൈഡ്രൈഡും വാട്ടറോ സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ ഒന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ CN എന്ന ഈ റെഡ് കളറിലെ അത് CH2 NH2 ആവും. ശരിക്കും ഇവിടെ ഒരു കാർബൺ കൂടുതൽ കിട്ടി എന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അമീൻസ്. അപ്പൊ ഇവിടെ പോയിന്റ് നോട്ട് ചെയ്യേണ്ട എന്താ? CN ചേഞ്ചസ് ടു CH2 NH2. കൂടെയുള്ള R എന്തും ആവാം. അങ്ങനെയാ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കൂ. അമൈഡ്. അമൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് CONH2 ആണ്. CO ഗ്രൂപ്പ് എന്തായി? CH2 ആയി മാറി. ബാക്കി മാറ്റണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ CR-ന് പകരം CH3 കൊടുത്താൽ ഇവിടെ എന്ത് വരും? CH3. അപ്പൊ CH3 CONH2 എന്ന് പറഞ്ഞാൽ എഥനമൈഡ്. എഥനമൈഡ്. ഇതെന്താ? അപ്പോ CH3 CH2 NH2 എഥനമീൻ എന്ന് വരും. ഓക്കെ, എഥനമീൻ എന്നുള്ളത്. ഇവിടെ RCN എന്നല്ലേ, അവിടെ R-ന് CH3 കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പേര് ഈഥൈന് നൈട്രൈൽ എന്ന, നൈട്രൈൽസ് എന്നാ വിളിക്കുക. അപ്പൊ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, CH3-ലും ഒരു കാർബൺ ഉണ്ട്. അങ്ങനെയാണ് ഈഥൈൻ എന്ന് ഉപയോഗിച്ച്. ഇതോ ഇതെന്താ പേര്? നമ്മൾ CH3-ൽ ഉപയോഗിച്ച് CH3 CH2 NH2 എന്നുള്ള എഥനമീൻ എന്നും വരും. ഓക്കെ, അപ്പൊ പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് റിഡക്ഷൻ ഇത്രയാണുള്ളത്. നമുക്ക് നോക്കാം. യൂസിങ് റെഡ്യൂസിങ് ഏജന്റ് ലൈക്ക് ലിഥിയം അലൂമിനം ഹൈഡ്രൈഡ്, ഹൈഡ്രജൻ നിക്കൽ, സോഡിയം എഥനോൾ എക്സെട്ര ഫോം പ്രൈമറി അമീൻസ്. ഇങ്ങനെ അമീൻസ് ഉണ്ടാവും. ഇതാണ് റിഡക്ഷൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റിയാക്ഷൻ ആണ്. ഞാൻ ഇത്രയും എന്നിട്ട് കൺഫ്യൂഷൻ ആവണ്ട. നൈട്രൈൽസ് ആൻഡ് അമൈഡ്സ്. ഇത് 1ഉം 2ഉം എന്ന ടെസ്റ്റിൽ കൊടുത്ത് അതാണ് മൂന്നാമത്തത്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഇവിടെ 1-2 പോയിന്റ് ഓർക്കുക. ഒന്ന് ബ്രോമമൈഡ് എന്നാ. അപ്പൊ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അമൈഡ് ആണ്.
ഡീഗ്രേഡ് ചെയ്യാന്നാണ് എന്താ, ഒരാളെ തരം താഴ്ത്തുക എന്നല്ലേ പറയാ. ഓനെ ഡീഗ്രേഡ് ചെയ്ത് ഡിബാർ നോക്കുക, ഡിബാർ പറഞ്ഞ പിന്നെ പോട്ടെ, ഡീഗ്രേഡ് ചെയ്യുന്ന ഗ്രേഡ് താഴ്ത്തുക, അതായത് എണ്ണം കുറക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് അമൈഡുകളാണ് ഇവിടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ ഒരു കാർബൺ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഞാനൊരു ജനറൽ ഫോർമുല കാണിച്ച്, നെയിം റിയാക്ഷൻ ആയതുകൊണ്ട് ജനറൽ ഫോർമുലയും വേണം, സെന്റൻസും വേണം. ആദ്യം ജനറൽ ഫോർമുല, ഇതൊരു അമൈഡ, RCONH2 ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, NaOBr. ഓർമ്മണ്ടോ ഇതിനെ? ഹാലോഫോം റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ NaOX ആണ്. ഇവിടെ NaOBr എന്ന് പറഞ്ഞാൽ എന്താ, സോഡിയം ഹൈപ്പോബ്രോമൈറ്റ്. ഓക്കെ, സോഡിയം ഹൈപ്പോബ്രോമൈറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ RNH2 എന്ന് കിട്ടും. ഇവിടെ എന്തായി, ഈ സി അങ്ങ് പോയില്ലേ, എന്നിട്ട് RNH2 ഒരു കാർബൺ കുറഞ്ഞില്ലേ, അതുകൊണ്ട് ഡീഗ്രഡേഷൻ എന്ന് വിളിക്കാൻ കാരണം. പിന്നെ ബ്രോമമൈഡ് എന്ന ബ്രോമിനുള്ള നമ്മളെ ഹാലൈറ്റുമായിട്ടാ. സോ അമൈഡ് റിയാക്ടിങ് വിത്ത് സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് ഫോം primary amine അല്ലെങ്കിൽ corresponding amine having one carbon less. This reaction is called Hofmann bromamide degradation reaction. ബൈ പ്രോഡക്റ്റുകൾ കഴിയുന്നവർ പഠിക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. നോട്ട് ഇതുപോലെ ഹെഡിങ് ആക്കി ഞാൻ കാണിക്കുന്ന സ്ക്രീൻ ഫുൾ ആയതിനു ശേഷം എഴുതി വെക്കുക. നോക്കൂ, അമൈഡ്സ് റിയാക്ടിംഗ് വിത്ത് സോഡിയം ഹൈപ്പോബ്രോമൈറ്റ് NaOBr. ഈ NaOBr പകരം ഞാൻ ഹാലോഫോം റിയാക്ഷനിൽ പറഞ്ഞിരുന്നു NaOH ഉം Br2 എന്നും വരട്ടോ. ഫോം amines having one carbon less. This is called Hofmann bromamide degradation. ഇനി നമ്മൾ പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. ചില എക്സാമ്പിൾ തരാം, നിങ്ങൾ പ്രോഡക്റ്റ് ഒന്ന് എഴുതണം. ആൻസർ ഞാൻ കാണിക്കൂല, പറയുന്നുള്ളൂ. CH3CONH2 എന്താ, പക്ഷേ നോക്കൂ, NaOH ഉം Br2 അല്ലേ, ഏതാ റിയാക്ഷൻ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. എന്താ പ്രോഡക്റ്റ് കിട്ടുക, CH3NH2. ശരിയല്ലേ, മെഥനമീൻ. സോ ഹൗ ക്യാൻ യു കൺവേർട്ട് എഥനമൈഡ് ടു മെഥനമീൻ? എഥനമൈഡിനെ മെഥനമീൻ ആക്കാൻ എന്ത് ചെയ്യുക, ഹോഫ്മാൻ ബ്രോമമൈഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, CH3CN അല്ലേ, റിഡക്ഷൻ നടത്തുമ്പോൾ CN എന്നുള്ളത് എന്താകും, CH2NH2 ആവും. അപ്പൊ CH2NH2 കിട്ടും. അടുത്തത് വീണ്ടും നോക്കുക, അമൈഡ് അല്ലേ, റിഡക്ഷൻ ആണിത്. തൊട്ടുമുമ്പ് ഹോഫ്മാൻ ആയിരുന്നു. റിഡക്ഷൻ നടത്തുമ്പോൾ വീണ്ടും CO ഗ്രൂപ്പ് എന്താകും, CH2 ആവും. അപ്പൊ പ്രോഡക്റ്റ് എന്താ, CH3CH2NH2. ഓക്കെ, നെക്സ്റ്റ് എന്താ, CONH2 അമൈഡ് ആണ്, അരോമാറ്റിക് അമൈഡ് ആണ്. ലിഥിയം അലൂമിനം ഹൈഡ്രൈഡും വാട്ടറും റിഡക്ഷൻ ആണ്. അപ്പൊ എന്തായി, CO എന്നുള്ളത് CH2 ആവും. ആൻസർ ബെൻസീൻ CH2NH2. ദെൻ CN സോഡിയം ഇൻ എഥനോൾ. ആരാണ് സോഡിയം ഇൻ എഥനോൾ? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ CH2NH2 ബെൻസീനിന്റെ മോള് CH2NH2. നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. എഴുതിയെടുക്കേണ്ടത് എങ്ങനെ, ആദ്യം ചോദ്യം എഴുതുക, എന്നിട്ട് ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക പ്രോഡക്റ്റില്. പിന്നീട് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1ന്റെ ആൻസർ, 2ന്റെ ആൻസർ, 3, 4, 5 ഇങ്ങനെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോ പ്രിപ്പറേഷൻസ് ഇത്രയുള്ളത്. 3 പ്രിപ്പറേഷൻ, ഫ്രം നൈട്രേസ് റിഡക്ഷൻ, ഫ്രം അമൈഡ് റിഡക്ഷൻ ആൻഡ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അടുത്ത നെയിം റിയാക്ഷനും വന്നു കേട്ടോ. നെയിം റിയാക്ഷൻസ് ഒരുപാടുണ്ട്. ഇനി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. ആദ്യം വരുന്ന കാർബലമീൻ റിയാക്ഷനാണ്. ഈ കാർബലമീന് മറ്റൊരു പേരാണ് ഐസോസയനൈഡ്. ഓർമ്മണ്ടോ മൈൻഡിൽ എന്നറിയില്ല, മീഥൈൽ ഐസോസയനൈഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്താ, ഭോപ്പാൽ ട്രാജഡിക്ക് ഞാൻ എൻ്റെ മുൻ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. ഭോപ്പാൽ ട്രാജഡിക്ക് കാരണമായ ഗ്യാസ് ആണ് അല്ലെ, മീഥൈൽ ഐസോസയനൈഡ്. നമ്മളെ കോർഡിനേഷൻ കോമ്പൗണ്ടിലും CN-ഉം സയനൈഡും ഐസോസയനൈഡും ഉണ്ട്, ഹാലോ കോമ്പൗണ്ടിലും ഉണ്ട്, ഒക്കെ ഓർത്തിരിക്കാം. അപ്പൊ ഈ കാർബലമീൻ എന്ന ഐസോസയനൈഡ് ഒരു ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസാ. ഇത് ശ്വസിച്ചാൽ ശ്വാസത്തിന് പ്രശ്നം വന്ന് ആള് മരിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഭോപ്പാൽ ട്രാജഡിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ വിഷമുള്ള വാതകം ശ്വസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മരിച്ചു പോയിട്ടുള്ളത്. അപ്പൊ എന്താ കാർബലമീൻ റിയാക്ഷൻ നോക്കിക്കൂടെ, നോക്കൂ, അരോമാറ്റിക് അല്ലെങ്കിൽ ആലിഫാറ്റിക് പ്രൈമറി അമീൻ, NH2 ഗ്രൂപ്പ് നിർബന്ധം കേട്ടോ. പ്രൈമറി അമീൻസ് റിയാക്ടിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് KOH ആണ്. വെറും KOH എന്ന് ക്വസ്റ്റനിൽ കാണിക്കുമെങ്കിൽ ആൽക്കഹോളിക് KOH, ഇവകൾ തമ്മിൽ ചേർത്തിട്ട് ഹീറ്റ് ചെയ്യാം. സോ പ്രൈമറി അമീൻ, അത് അനിലീനും ആവാം, മറ്റു പ്രൈമറി അമീൻസും ആവാം. Then reacting with CHCl chloroform and alcoholic KOH. Reacting എന്നുള്ളത് heating എന്ന് കൊടുക്കുക. We will get corresponding isocyanide അല്ലെങ്കിൽ കാർബൈൽ അമീൻ. കാർബൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ഐസോസയനൈഡാ. അപ്പൊ NC കിട്ടും. എന്താ ഇവിടെ സംഭവിച്ച മക്കളെ, NH2 എന്തായി മാറി, NC ആയി മാറി. ബാക്കി ബൈ പ്രോഡക്റ്റുകൾ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. നോക്കൂ, ഞാനിവിടെ R എന്താ എടുത്തത്, R എന്നുള്ളത് CH3 എടുത്തു. അപ്പൊ എന്താ പ്രോഡക്റ്റ്, CH3NC. ഇതാണ് മീഥൈൽ ഐസോസയനൈഡ്. ഇതിന്റെ പേര് MIC. ഓക്കെ, ദെൻ മെഥനമീന മീഥൈൽ ഐസോസയനൈഡ് ആക്കി. നെക്സ്റ്റ് നോക്കൂ, ഒരു എക്സാമ്പിൾ ബെൻസീൻ വെച്ചിട്ട് അനിലീൻ അല്ലേ. അപ്പൊ ഇങ്ങനെ വരാം, ക്ലോറോഫോം ആൽക്കഹോളിക് KOH, ഹീറ്റ്. ഇവിടെ എന്തും വരാം. റിയേജന്റുകൾ ഇതുണ്ടെങ്കിൽ അത് ഏതാ റിയാക്ഷൻ,
കാർബൈലമീന. സോ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കിക്കൂടെ? ഇതിന്റെ പേര് ഫീനൈൽ ഐസോസയനൈഡ് എന്നാട്ടോ. ഇനി ഞാൻ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നെയിം റിയാക്ഷന്റെ സെന്റൻസ് പറഞ്ഞുതരാം. വാട്ട് ഈസ് കാർബൈലമീൻ റിയാക്ഷൻ? ആൻസർ: primary amines on heating with chloroform and alcoholic energy form a foul smelling compound called isocyanate or carbylamine. ഈ സെന്റൻസിനാണ് കാർബൈലമീൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് എഴുതിയിട്ട് ജനറൽ റിയാക്ഷൻ എഴുതുക നോട്ടില്. ശേഷം വേണമെങ്കിൽ 2 എക്സാമ്പിൾ എഴുതുക. അപ്പൊ എക്സാമ്പിൾ ഇവിടെ ഇനി എക്സാമ്പിൾ കാണിക്കൂല. കെമിക്കൽ പ്രോപ്പർട്ടി ഒന്ന് ഹോഗയാ. ദെൻ സെക്കൻഡ് വരുന്നത് വിത്ത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിന്റെ ഫോർമുലയാണ് C6H5SO2Cl. അതാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റിയാക്ഷൻ ആണ്. തൊട്ട് മുമ്പ് കാർബൈലമീൻ റിയാക്ഷന്റെ പ്രത്യേകത എന്താ അറിയോ? പ്രൈമറി അമീൻസ് മാത്രം അത് കാണിക്കുള്ളൂ കേട്ടോ, അല്ലാത്തതൊന്നും എന്ത് ചെയ്യൂല, കാണിക്കത്തില്ല. ഒരു കേസ്, പിന്നെ മറ്റൊന്ന് കേസ് ഏതാ? അനിലീനും കാണിക്കും. കാരണം NH2 ഉള്ള ആളുകൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ അടുത്താണ് അറിയാം ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് C6H5SO2Cl. ഈ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെ ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് വിളിക്കാറുണ്ട്. എന്ത് റിയേജന്റ്? ഹിൻസ്ബർഗ് റിയേജന്റ്. ഈ ഹിൻസ്ബർഗ് റിയേജന്റ് ഉപയോഗിച്ചിട്ട്, അതായത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു അമീൻസ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഹിൻസ്ബർഗ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് to detect the presence of primary, secondary and tertiary amine. Benzene sulfonyl chloride is called Hinsberg reagent. Hinsberg test is used to distinguish primary, secondary and tertiary amine. ഇനി എങ്ങനെ നോക്കാം നമുക്ക്? അതായത് നിങ്ങളെ കയ്യിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ അമീൻസ് തന്നു, എന്നിട്ട് ടീച്ചേഴ്സ് പറയാണ് ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷ്യറി ആണോ കണ്ടെത്തൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്യുക. അപ്പൊ ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും നിങ്ങൾക്ക്, ഒരു പ്രസിപ്പിറ്റേറ്റ്. ആ പ്രസിപ്പിറ്റേറ്റ് ആൽക്കലി NaOH KOH സൊല്യൂഷനോ ഇതിൽ ലയിക്കുകയാണെങ്കിൽ അത് പ്രൈമറിയാ, ലയിക്കുന്നില്ലെങ്കിൽ സെക്കൻഡറിയാ. ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും, ലയിക്കുന്നതും ലയിക്കാത്തതും. പക്ഷെ പ്രസിപ്പിറ്റേറ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ടെർഷ്യറിയാണ്. സോ എങ്ങനെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? നോക്കിക്കോളൂ. ഇതാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന ഹിൻസ്ബർഗ് റിയേജന്റ്. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? പ്രൈമറി അമീൻ. എന്താ പ്രൈമറി അമീൻ? NH2 അല്ലേ? ഞാൻ Rന് ET എന്ന് എടുത്തു. എന്താ ET? CH2CH3. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഈ Hഉം ഈ Cl അങ്ങ് പോയിട്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവും. കണ്ടോ? ബെൻസീൻ SO2 നേരെ വരച്ചോ, NHET. ഇതിന്റെ പേരാണ് N-ethyl. N-ൽ ethyl benzene sulfonamide, which is soluble in, it is a precipitate soluble in NaOH. Okay, അപ്പൊ നോക്കൂ, primary amine react with Hinsberg reagent to form a precipitate soluble in alkali. ഇതാണ് primary test. ഇനി secondary test നോക്കൂ. അതേ Hinsberg reagent സെക്കൻഡറി അമീനുമായി റിയാക്ട് ചെയ്തു. എന്ത് കിട്ടും നമുക്ക്? ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷെ അത് എന്തിന് സോലിബിൾ അല്ല, അത് NaOH അല്ലെ ആൽക്കലിയിൽ സോലിബിൾ അല്ല. അതിന് കാരണം ഈ നൈട്രജനിൽ ഫസ്റ്റ് H ഉണ്ട്, ഇവിടെ H ഇല്ല. ഈ H അസിഡിക് ക്യാരക്ടറായി മാറുമ്പോൾ ആസിഡും ബേസും ന്യൂട്രലൈസേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ സോലിബിൾ ആയത്. രണ്ടാമത്തെ അങ്ങനെ പ്രോസസ് നടക്കൂല, അതുകൊണ്ട് എന്താ? ഇൻസോലിബിളാ. സോ സെക്കൻഡറി എങ്ങനെ തിരിച്ചറിയും? ഹിൻസ്ബർഗ് റിയേജന്റ് അടയുമ്പോൾ എന്ത് കിട്ടും? പ്രസിപ്പിറ്റേറ്റ് കിട്ടും, പക്ഷെ എന്തിന് സോലിബിൾ അല്ല? ആൽക്കലിയിൽ. സോ ദാറ്റ് ഈസ് secondary amine react with the Hinsberg reagent to give a precipitate insoluble in alkali. പക്ഷെ tertiary amine ഒരിക്കലും ആരുമായിട്ട് റിയാക്ട് ചെയ്യൂല, ഹിൻസ്ബർഗ് റിയേജന്റുമായി റിയാക്ട് ചെയ്യില്ല. അപ്പൊ എങ്ങനെയാ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ? മനസ്സിലായില്ലേ? നമ്മളെ കയ്യിൽ കിട്ടിയ അമീൻസിലേക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് ആഡ് ചെയ്യുക. വൈറ്റ് കിട്ടുകയാണെങ്കിൽ പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം. പക്ഷെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ ആ പ്രസിപ്പിറ്റേറ്റ് ലയിച്ചില്ലാതായിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ പ്രൈമറിയാ, ലയിക്കുന്നില്ലെങ്കിൽ സെക്കൻഡറിയാ. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്തുവാണ്? ടെർഷ്യറിയാണ്. മറക്കണ്ട, ടെർഷ്യറി അമീൻസ് ഡു നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജന്റ്. ഈ ഇക്വേഷൻ എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ്? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താ ആൻസർ ചെയ്തിട്ടുണ്ട് അറിയോ? Primary amine react with the Hinsberg reagent to form a precipitate soluble in alkali. This is due to the formation of corresponding benzene sulfonamide എന്നെങ്കിലും എഴുതി വെക്കുക. അടുത്തതോ, secondary amine react with Hinsberg reagent to give us a precipitate insoluble in alkali. This is due to the formation of corresponding NN അല്ലെങ്കിൽ corresponding benzene sulfonamide എന്നോ അല്ലെങ്കിൽ ഈ പേര് ഉഷാറാക്കി എഴുതാം. N-ethyl benzene sulfonamide, N-dimethyl benzene sulfonamide എന്ന് എഴുതാൻ സ്ട്രക്ചർ വരച്ചില്ലെങ്കിലും അങ്ങനെയെങ്കിലും എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇത് എഴുതിയാൽ തന്നെ കിട്ടും കേട്ടോ മാർക്ക്. സോലിബിൾ ഇൻ ആൽക്കലി, ഇൻസോലിബിൾ ഇൻ ആൽക്കലി എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിനാണ് ഞാനിപ്പോ പറഞ്ഞ മറുപടികൾ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ചെറിയൊരു സെക്ഷൻ, അരോമാറ്റിക് ഡൈസോണിയം സാൾട്ട്. ഓർമ്മ ഉണ്ടോ? അറിയാം, സാൻമേഴ്സ് റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു.
ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് അരോമാറ്റിക് ആണ് നമുക്ക് സിലബസിലുള്ളത്. അതിന് ജനറൽ ഫോർമുല ArN2 മുകളിൽ പ്ലസ് എക്സ് മൈനസ്. ഇത് ബെൻസീൻ ഡയസോണിയം സാൾട്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ജനറൽ ഫോർമുല ഇതിലെ N2 പ്ലസിനെയാണ് ഡയസോണിയം ഗ്രൂപ്പ് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു പ്രോസസ്സിന് പേര് ഡയസോട്ടൈസേഷൻ എന്ന് വിളിക്കുക. ഡയസോട്ടൈസേഷൻ എന്താ ഡയസോട്ടൈസേഷൻ? ആൻസർ അനിലീന സോഡിയം നൈട്രേറ്റ് NaNO2 പ്ലസ് HCl ഇവകളുമായിട്ട് ഐസ് കോൾഡ് കണ്ടീഷൻ, അതായത് 0 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 to 278 കെൽവിനിൽ റിയാക്ട് ചെയ്താൽ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും. ഇക്വേഷൻ കണ്ടോ? അനിലീൻ ആണ് കേട്ടോ ഇത്. അനിലീന NaNO2 പ്ലസ് HCl എന്ന് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് HNO2 എന്ന് ഉപയോഗിക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ഐസ് കോൾഡ് കണ്ടീഷൻ 273 to 278 അല്ലെങ്കിൽ 0 to 5 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം നോട്ടില്, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ആയി പോകും. അങ്ങനെ ആരെ കിട്ടും? ബെൻസീൻ സൾഫോണൈൽ ബെൻസീൻ നമുക്ക് ഡയസോണിയം സാൾട്ട്, ബെൻസീൻ ഡയസോണിയം സാൾട്ട് കിട്ടും. ഓക്കെ, സെന്റൻസ് പറയട്ടെ. അനിലീൻ റിയാക്ട് വിത്ത് NaNO2 ആൻഡ് HCl അല്ലെങ്കിൽ HNO2 ഫോം ബെൻസീൻ ഡയസോണിയം സാൾട്ട് ArN2X എന്നാണ് ഫോർമുല. അതാണ് ഇക്വേഷൻ. ഇതാണ് പ്രിപ്പറേഷൻ, ഡയസോട്ടൈസേഷൻ. ഇനി ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയോട് കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ 2 നെയിം റിയാക്ഷൻ മെയിൻ ആയിട്ടുള്ളത്, 3 നെയിം റിയാക്ഷൻ. ഒന്ന് സാൻമേയേഴ്സ് റിയാക്ഷൻ. ഓർമ്മയുണ്ടോ? ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അരീനിൽ എന്താ സാൻമേയേഴ്സ് റിയാക്ഷൻ അവിടെ പഠിച്ചത്? ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ Cu2X2മായി റിയാക്ട് ചെയ്യുമ്പോൾ കുപ്രസ് ഹാലൈഡ്, കുപ്രസ് കോപ്പർ 1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ആ ബെൻസീൻ ഡയസോണിയം സാൾട്ടിലെ ആ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു എക്സ് വരും. നമ്മളെ ഹാലോ ആൽക്കേനിൽ ആ എക്സ് എന്നുള്ള ക്ലോറിനാ, പക്ഷെ ഇവിടെ കുറച്ചുകൂടി കൂടുതലുണ്ട്. കണ്ടോ നിങ്ങൾ? ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഇതില് Cux അല്ലെങ്കിൽ Cu2X2 എന്ന് ഉപയോഗിക്കാം. ആൻഡ് HX ഇവകളുമായി റിയാക്ട് ചെയ്താൽ ഈ ഗ്രൂപ്പ് പോയിട്ട് അവിടെ ആര് വരും? എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഹാലോ ആൽക്കേനിൽ ക്ലോറിനും ബ്രോമിനും വരാം, പക്ഷെ ഇവിടെ സയനൈഡ് കൂടി ഉണ്ട്, CN കൂടി ഉണ്ട്. ഇതിനെല്ലാം എന്ത് എന്നാണ് പേര് വിളിക്കുന്നത്? സാൻമേഴ്സ് റിയാക്ഷൻ എന്നാ. അപ്പോ ബെൻസീൻ ഡയസോണിയം സാൾട്ട് N2നെ മാറിയിട്ട് അവിടെ എന്ത് വരിക? ClO BrO CNO വരുന്നത് കുപ്രസ് ഹാലൈഡിന്റെ പ്രസൻസിൽ ആണെങ്കിൽ അതിന് സാൻമേഴ്സ് റിയാക്ഷൻ എന്നും, കുപ്രസ് ഹാലൈഡ് എന്ന Cux പകരം Cu പൗഡർ ആണെങ്കിൽ, കോപ്പറിന്റെ പൗഡർ ആണ്, അതിനെ ഗട്ടർമാൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ എക്സ് Clഉം Br ആണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ 3 ഇക്വേഷൻ ആക്കി ഇത് കൊടുത്തത്. അത് എങ്ങനെയൊക്കെയെന്നറിയോ? ബെൻസീൻ ഡയസോണിയം സാൾട്ട് ആരോ മാർക്ക് CuCl ആൻഡ് HCl എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ എന്താ? Cl കിട്ടും പ്രോഡക്റ്റ്. അടുത്ത് CuBr HBr, അപ്പൊ ഇവിടെ Br കിട്ടും. ദെൻ CuCN ആൻഡ് HCl, അപ്പോൾ ഇവിടെ CN സയനോ ബെൻസീൻ കിട്ടും. 3ന്റെയും പേരെന്താ? സാൻമേഴ്സ് റിയാക്ഷൻ. ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാ സൗകര്യം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഗട്ടർമാൻ 2 കൊടുക്കുന്നുണ്ട്. കോപ്പർ പൗഡർ ഏതിന് പകരം? കുപ്രസിന് പകരം കേട്ടോ. അങ്ങനെയെങ്കിൽ അത് എന്താണ്? ഗട്ടർമാൻ റിയാക്ഷൻ. സെന്റൻസ് കാണണോ? റീപ്ലേസ്മെന്റ് ഓഫ് N2 ഓഫ് ബെൻസീൻ ഡയസോണിയം സാൾട്ട് വിത്ത് ക്ലോറിൻ ഓർ ബ്രോമിൻ ഓർ സയനൈഡ് CN ഇൻ ദി പ്രസൻസ് ഓഫ് കുപ്രസ് അയോൺ ഈസ് കോൾഡ് സാൻമേഴ്സ് റിയാക്ഷൻ. ഗട്ടർമാനോ? റീപ്ലേസ്മെന്റ് ഓഫ് N2 ഓഫ് ബെൻസീൻ ഡയസോണിയം സാൾട്ട് വിത്ത് Cl or Br in the presence of copper powder is called എന്തെന്നാ? ഗട്ടർമാൻ എന്നാ. ഞാനത് സെപ്പറേറ്റ് ഉള്ളത് ഒറ്റയടിക്ക് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഓർത്തിരിക്കണം. ലാസ്റ്റ് ഒരു റിയാക്ഷൻ ഉണ്ട്, കപ്ലിംഗ് റിയാക്ഷൻ. നോക്കൂ, കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ 2 ആള് ചേർന്ന് കപ്പിൾ ആവും തന്നെ. ദെൻ N2Cl ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഫിനോളുമായിട്ട്, ഫിനോളിന്റെ പാരാ പൊസിഷനിൽ എച്ചും ഇതും തമ്മിൽ ചേർന്ന് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവും, N2 ആവും. N ഡബിൾ ബോണ്ട് 2 ആണ് സ്ട്രക്ചർ കാണിച്ചതാ. ദെൻ OH ഒരു മാറ്റമില്ല, ഇവിടെ ഉണ്ട്. ഫിനോള് ഒരു അസിഡിക് ആയതുകൊണ്ട് ബേസിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്താറ്. അപ്പൊ ഇതിന്റെ പേരെന്താ അറിയോ? പാരാ ഹൈഡ്രോക്സി ഗ്രൂപ്പ് അസോബെൻസീൻ. അസോബെൻസീൻ ഇതൊരു ഓറഞ്ച്, ഇത് ഓറഞ്ച് എന്ന വായിക്കുക കേട്ടോ. ഓറഞ്ച് ഡൈ ആണ്, ഓർത്തിരിക്കണേ, ഒരു ഓറഞ്ച് ഡൈ. അപ്പോ ഡബിൾ ബോണ്ട് N ഉണ്ട്, അതാണ് അസോ കോമ്പൗണ്ടിൽ വരുന്നത്. നെക്സ്റ്റ് അനിലീനും പറ്റും, ഫിനോളിന് പകരം അനിലീനും, രണ്ടും കപ്ലിംഗ് റിയാക്ഷൻ. അനിലീനാകുമ്പോൾ ഒന്നും ചെയ്യണ്ട, NH2 വരും ഇവിടെ. അപ്പൊ പാരാ ഹൈഡ്രോക്സി എന്ന് വായിക്കാൻ പറ്റൂല, പാരാ അമീനോ എന്ന് വായിക്കണം, അസോബെൻസീൻ. ഇതൊരു യെല്ലോ ഡൈസാ. സോ വാട്ട് ഈസ് കപ്ലിംഗ് റിയാക്ഷൻ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഫീനോൾ ഓർ എന്ത്? അനിലീൻ. അനിലീൻ ബേസ് ആയതുകൊണ്ട് ആസിഡ് മീഡിയത്തിലാണ് കേട്ടോ. H+ കണ്ടില്ലേ? ഫോം
ഫോം ആൻ ഓറഞ്ച് ഡൈ ആൻഡ് യെല്ലോ ഡൈ അല്ലെ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി കപ്ലിംഗ് ചോദിക്കുമ്പോൾ. പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ ചോദിക്കും. ഡൈസോണിയം സോൾട്ട് പ്ലസ് അനിലിൻ ഗീവ്സ് ഡാഷ് എന്ന് ചോദിക്കും. എന്താ അതിന്റെ പേര് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഫുൾ എഴുതിക്കോ. പരീക്ഷയ്ക്ക് വാട്ട് ഈസ് കപ്ലിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ട്രീറ്റഡ് വിത്ത് ഫിനോൾ ഓർ ഫിനോൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ അനിലിൻ എഴുതുക. ഇത് ഒന്ന് എഴുതിയാലും മതി. ഫോം പാരാ ഹൈഡ്രോക്സി ബെൻസീൻ, പാരാ ഹൈഡ്രോക്സി അസോ ബെൻസീൻ. അത് ഏതാണെങ്കിൽ ഫിനോൾ ആണെങ്കിലും. അനിലിൻ ആണെങ്കിലോ പാരാ അമിനോ അസോ ബെൻസീൻ. ഓക്കെ, ഇത്രയാണ് കപ്ലിംഗ് റിയാക്ഷനും ഇത്രയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയും ഉള്ളത് എന്നറിയിക്കുന്നത്. അപ്പോ വളരെ ശ്രദ്ധിച്ചിട്ട് കേട്ട് മനസ്സിലാക്കുക. ദെൻ നോട്ട് ഇത് തന്നെയാണ് നോട്ടും. നിങ്ങൾ ഓരോ ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ ഡെഫിനിഷൻ ഞാൻ കാണിക്കുന്ന അങ്ങനല്ല. ഞാൻ ആദ്യം എക്സാമ്പിൾ കാണിച്ച് ഡെഫിനിഷൻ പിന്നീട് കൊണ്ടുവന്നതാ. നിങ്ങൾ അങ്ങനെയല്ല, ഹെഡിങ്, ഡെഫിനിഷൻ, എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2. ഈ കാണുന്ന 2 എക്സാമ്പിൾ കപ്ലിങ്ങിന് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മളെ ഓർഗാനിക് കെമിസ്ട്രി. എന്ത് സംശയങ്ങൾ എടുത്തതിലുണ്ടെങ്കിലും ചോദിക്കണമെന്ന അഭ്യർത്ഥനയോട് കൂടി തൽക്കാലം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ലാസ്റ്റ് കാണിച്ചത് വേണമെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിട്ടും പരിഗണിക്കാം. ഓക്കെ, താങ്ക് യു.